മേലെടുത്തുനിന്ന് ഒരു ബന്ധം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർത്തതാ. ഇപ്പോഴല്ലേ അതിന്റെ കാര്യം ബോധ്യായത്. ഞാനിപ്പോ എന്താ ചെയ്യാ, ഒന്നും അറിയില്ല. അറിയണം. തറവാട്ടിൽ ഓരോ അനർത്ഥങ്ങൾ ഉണ്ടാവുമ്പോ അവളുടെ അമ്മ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെയുള്ളവർക്ക് തല നിവർത്തി നടക്കാൻ പറ്റാണ്ടായിരിക്കണം. ഓരോന്ന് കേൾക്കുമ്പോ വിഷമുണ്ട്. ഞാൻ അവളെ പെറ്റുപോയില്ലേ. ഒരു കാര്യം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു, അതാ പുറപ്പെട്ടത്. എന്താ? അവളെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? അവൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പ്രായം എത്രയുണ്ടെന്ന് വെച്ചാലും സ്വന്തമായിട്ടൊരു വീടുണ്ട്. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ അവർക്കറിയാം. അപ്പൊ അതാണ് കാര്യം. വെറുതെ അല്ല മകൾ ഇവിടെ പൊട്ടുകുത്തലും മണവാട്ടി ചമയിലും ഒക്കെ നടത്തണത്. അയ്യോ, അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെയാ ഇക്കാര്യം ആദ്യമായിട്ട് പറയണത്. ഇവിടുന്ന് ആലോചിച്ച് പറയണ പോലെ എന്തുള്ളൂ. അമ്മ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? എത്ര കാലം വെച്ചിട്ടാ നീ ഇങ്ങനെ? പണ്ടത്തെ കാലല്ല. നിനക്കൊരു ജീവിതം വേണ്ട മോളെ, അതോർത്ത അമ്മ. ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ല. ഉണ്ണിമായി ഈ അവസ്ഥയിൽ കാണുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടമ്മായി. അമ്മാവനെതിരായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്തൊക്കെയായാലും ഒരു തീരുമാനം എടുക്കണമല്ലോ. എന്താ രണ്ടാളും കൂടി ഒരു ആലോചന? ഉണ്ണിമായയുടെ കല്യാണക്കാരിയായിരുന്നു. നിങ്ങൾക്കും പിടിച്ചോ ഭ്രാന്ത്? ഉണ്ണി മരിച്ചിട്ട് അധികമായില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ആർക്കും വേണ്ട. ഉണ്ണിമായ ചെറുപ്പമല്ല മാവ. ഇവിടെ ഇപ്പൊ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 9-ാം നാളത്തെ പൂജ, അത് തന്നെ പ്രധാനം. എന്നവിടെ നിൽക്കുക. പൂജയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അകത്തുനിന്ന് മേടിച്ച് ചെയ്തു കൊടുക്കണം. മുമ്പത്തെ പോലെ സാവിത്രിയമ്മയെ ആശ്രയിക്കാൻ നിൽക്കണ്ട. പൂജ കഴിയണവരെ എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യണം നീ കേട്ടോ. അങ്ങനെ ചെയ്യാം. ഹരി, തന്റെ ആ ചങ്ങാതി ആ ഡോക്ടർ മഹാദേവൻ എന്നാ ഇവിടേക്ക് എത്തുക? 3-4 ദിവസത്തിനുള്ളിൽ എത്തും. താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യണ്ടേ? മോളില് തെക്ക് വശത്തെ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് പറ്റില്ല. പുറമേന്ന് ഒരാള് വന്ന് മനക്കല അറയിൽ പൊറുക്കുകയെ, അങ്ങനൊരു പതിവുണ്ടോ അവിടെ ഈ തറവാട്ടില്? ആ പടിഞ്ഞാറ പുര വെറുതെ കിടക്കല്ലേ, അത് വൃത്തിയാക്കാം. അതെ, അവിടെ ആവുമ്പോ നല്ല കാറ്റും വെളിച്ചവും കിട്ടും. ഇവിടെ ഇയാൾ ആ പേരെ ഒന്ന് വൃത്തിയാക്കണം. ആ താക്കോൽ അകത്തുനിന്ന് വാങ്ങിച്ചോളൂ. ശരി. ഈശ്വരോ രക്ഷതു. ഹരി, സാവിത്രിയുടെ കാര്യം ഒന്ന് കൺസൾട്ട് ചെയ്യിക്കാനുള്ള അവസരം കൂടി കണ്ട ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ 3-4 ദിവസം ഉണ്ടാവും ഇവിടെ. പിന്നെ ഡോക്ടർ തിരിച്ചു പോകുമ്പോ ഞാനും ശ്രീജയും കൂടി അയാളുടെ ഒപ്പം തിരിക്കും. പഴയ കാലത്തെ മാതിരി എളുപ്പമല്ല നാട്ടിൽ വന്ന് നിൽക്കാനേ. കിട്ടിയ ലീവ് തീരും മുമ്പേ അങ്ങ് എത്തിയിരിക്കണമെന്ന ഓർഡർ. ഉദ്യോഗം കളഞ്ഞിട്ട് ഒന്നും വേണ്ട. പോണെങ്കിൽ പോയിക്കോ. എന്തായാലും സാവിത്രി ഒന്നും നോക്കാൻ സമ്മതിച്ചല്ലോ അയാള്. നിന്റെ ഈ വരവ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായല്ലോ, അത് മതി എനിക്ക്. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ.
ദേവ എന്താ? ഏയ് ഒന്നുമില്ല, സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ അവനോട്. വല്ല പട്ടിയെ പൂച്ചയെ പെറ്റ് കിടക്കുന്നുണ്ടാവും അതിനകത്ത്.
ആ